ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ PS പ്രശാന്തിന്റെ ഭരണസമിതി അംഗമായ സന്തോഷിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് SITക്ക് കത്ത് നൽകിയ മന്ത്രി K മുരളീധരൻ. സന്തോഷിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഈ കേസിലെടുക്കുന്ന ആദ്യ നടപടിയാണ്. ഒരാളെ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുക്കുന്നു. നേരത്തെ SIT ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ഉയർന്ന സ്ഥാനത്തേക്ക് നിയമിച്ചതിനെതിരെ ദേവസ്വം മന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ കേസിൽ ഒരു ഡയറക്റ്റ് ഇടപെടലിലൂടെ ശ്രമിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, ദേവസ്വം മന്ത്രി K മുരളീധരനാണ് ഇപ്പോൾ SITക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ ബോർഡിൽ ഉണ്ടായിരുന്ന സന്തോഷ് കുമാറിനെതിരെയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ തനിക്കെതിരെ, അതായത് സന്തോഷിനെതിരെ നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സംഘം ശബരിമലയിൽ പരിശോധന നടത്തുകയാണ്. തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ K മുരളീധരൻ അത് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇനിയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ ബന്ധമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തും. ഒരു കാരണവശാലും ഇത് പാതി വഴിയിൽ നിൽക്കില്ല. SITയുടെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ K മുരളീധരൻ പറഞ്ഞിരുന്നു. K മുരളീധരൻ ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത് SITക്ക്. ഈ സന്തോഷിനെതിരെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ SIT ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഷുഹൈൽ, വിനേഷ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.